രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരല്പം കൂടി അവസരം കിട്ടിയിരുന്നെങ്കിൽ 1,14,00,000 രൂപയും ഈ പാവം പ്രവാസിയായ യുവതിയിൽ നിന്ന് അടിച്ചു മാറ്റിയാണ്. അവരോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യത്തെ കല്യാണം, അവർക്ക് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവർ സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടു, എന്നിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്തു. ഉടനെ ഈ രാഹുലിന് മനസ്സിലായി ഇടപെടാൻ പറ്റിയ സമയം കൊണ്ട് ചൂണ്ടയെറിഞ്ഞു. പിന്നെ ആ ചൂണ്ടയിൽ ആ യുവതി കൊത്തി. പിന്നെ അവരുടെ കാര്യങ്ങൾ കേൾക്കുന്നു, പിന്നെ പരിഹരിക്കുവാനുള്ള സമാശ്വാസ വചനങ്ങൾ. അതിനുശേഷം അവരോട് പറയുന്നു, നിങ്ങൾ ആദ്യത്തെ ബന്ധം ഉപേക്ഷിച്ചു വന്നാൽ നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അവരെ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവരെ കൊണ്ട് തന്നെ മുറി ബുക്ക് ചെയ്ത് അവരുടെ കാശ് കൊണ്ട് തന്നെ അവിടെ റൂം എടുത്തിട്ട് അവിടേക്ക് കടന്നു കയറി ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ അവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നു. ലൈംഗികമായ പീഡനത്തിന് ശേഷം അവർ ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ ആ പിതൃത്വം ഏറ്റെടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുന്നു. എന്നിട്ട് ഇതിനിടയിൽ പാലക്കാട് ഇലക്ഷനിലൊക്കെ ഇയാൾ മത്സരിക്കുന്നുണ്ട്. ഇലക്ഷന് മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. പാലക്കാട് MLA ആയതുകൊണ്ട് അവിടെ ഒരു ഫ്ലാറ്റ് എടുക്കണം, 3 ബെഡ്റൂം ഫ്ലാറ്റ് തന്നെ വേണം. അപ്പോൾ അവർ ചോദിക്കുന്നു, 2 ബെഡ്റൂം ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് ആ യുവതി പറയുന്നുണ്ട്. ഒരു പക്ഷേ എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 2 ബെഡ്റൂം ഫ്ലാറ്റ് മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഫ്ലാറ്റും ഇപ്പോൾ ആ കാശും ആ യുവതിക്ക് പോയി കിട്ടിയേനെ. ഏതായാലും അവർ ആ ഫ്ലാറ്റിന്റെ ആളുകളെ വിളിച്ച് തിരക്കിയപ്പോൾ പറഞ്ഞു, 1,14,00,000 രൂപ വേണം ഈ ഫ്ലാറ്റിന്റെ വില. അപ്പൊ അത്രയും കാശില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അതിൽ നിന്ന് പിന്മാറിയത്. പിന്നീട് നീല നിറമുള്ള വാച്ച്, 10,000 രൂപയുടെ ചെരുപ്പ്, എന്തൊക്കെ വേണം, പെർഫ്യൂം, ഷാംപൂ, സൺസ്ക്രീൻ, ഇതൊക്കെ ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞെളിഞ്ഞു നിന്ന് ചിരിക്കുമ്പോൾ ഇവിടെ കുറെ ആരാധികമാരൊക്കെ ഉണ്ടായിരുന്നു. മുമ്പുണ്ട്, ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല. അവരൊക്കെ പറയുന്നത്, യോ മാങ്കൂട്ടം മാങ്കൂട്ടം എന്ന് എന്തൊരു സ്നേഹവായ്പോടു കൂടിയാണ് വിളിച്ചിരുന്നത്. ആ ഇട്ടിരുന്നത് മുഴുവൻ പാവപ്പെട്ട വിദേശത്തെ ഈ യുവതിയൊക്കെ കബളിപ്പിച്ചുണ്ടാക്കിയ കാശ്, അല്ലെങ്കിൽ അവന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുത്ത വസ്തുക്കൾ, ഇതൊക്കെ വെച്ചിട്ടാണ് 10,000 രൂപയുടെ ചെരുപ്പും പെർഫ്യൂമും സൺസ്ക്രീൻ ലോഷനും നീല വാച്ചും നീല ചെരുപ്പും ഒക്കെ ഇട്ട് ഈ നീലക്കുറുക്കൻ നടന്നിരുന്നത്. എന്തൊരു പരിഹാസ്യമായ അവസ്ഥ. ഏതായാലും ആ ഫ്ലാറ്റിന്റെ നിർമ്മാതാക്കൾ ആ സ്ത്രീയോട് കാര്യം പറഞ്ഞു, 1,14,00,000 രൂപയാകും എന്ന് പറഞ്ഞപ്പോൾ അത്രയും കാശില്ലാത്തത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ആ ഫ്ലാറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ആ ഫ്ലാറ്റും അയാളുടെ കൂടെ ഇരുന്നേനെ, അയാളുടെ കയ്യിൽ ഇരുന്നേനെ, ആ യുവതി പെരുവഴിയിലാവുകയും ചെയ്തേനെ. അവരുടെ കുറെ കൂടി പണം ഇവൻ കട്ടുമുടിച്ചേനെ. ഏതായാലും നിയമസഭയുടെ സബ് കമ്മിറ്റിയൊക്കെ ചേർന്നിട്ട് ഒരു പക്ഷേ എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അയോഗ്യനായി പ്രഖ്യാപിക്കണമെന്നൊക്കെ പറയാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അയാൾ രാജിവെക്കുമോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോ ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏതായാലും ഈ ഒരു സൈക്കോ റേപ്പിസ്റ്റ് കോടികൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നു. അതിൽ കുറെ ലക്ഷങ്ങളോളം ആ യുവതിക്ക് ചെലവായിട്ടും ഉണ്ട്.